എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ എങ്ങനെയാണ് കാണുക, അതായത് മാധ്യം എങ്ങനെയാണ് കാണുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കണക്ക് പരീക്ഷയ്ക്ക്, ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയ്ക്ക് നടത്തിയ മാർക്ക്, ഓരോ കുട്ടികൾക്കും കിട്ടിയ മാർക്കുകൾ നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ആ കുട്ടികൾ ആ ക്ലാസ്സിൽ ആവറേജ് എത്ര മാർക്ക് കിട്ടി എന്ന്, അതായത് മാധ്യം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇന്നും നമുക്കൊരു പണി ചെയ്യാം. വീണ്ടും ഒരു കണക്ക് ടെസ്റ്റ് പേപ്പർ നടത്തി വിചാരിച്ചോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം ടെസ്റ്റ് പേപ്പർ എടുത്തിയ അധ്യാപകൻ നമുക്ക് വളരെ കൃത്യമായി ഓരോ കുട്ടികൾക്കും എത്ര മാർക്ക് വെച്ച് കിട്ടിയെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഇപ്പോൾ 5 കുട്ടികൾക്ക് 18 മാർക്ക് വീതം അല്ലേ, അങ്ങനെ കൃത്യമായി മാർക്ക് തന്നിരുന്നു. പക്ഷേ ഇന്ന് ടെസ്റ്റ് പേപ്പർ നടത്തിയ അധ്യാപകൻ ഈ ആൻസർ ഷീറ്റൊക്കെ നോക്കിയിട്ട് എന്ത് തന്നു, നമുക്ക് തന്ന ലിസ്റ്റ് എങ്ങനെയാണ് നോക്കിയേ. 0 മുതൽ 10 വരെ മാർക്ക് വാങ്ങിയ 4 കുട്ടികളുണ്ട്. മനസ്സിലായോ? 10 മുതൽ 20 മാർക്ക് വാങ്ങിയ 6 കുട്ടികൾ, 20 മുതൽ 30 മാർക്ക് വരെ മാർക്ക് വാങ്ങിയ 16 കുട്ടികൾ. ഇതേ രൂപത്തിലാണ് നമുക്ക് ലിസ്റ്റ് തന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ കൃത്യമായി കിട്ടിയിരുന്നു. അത് കൃത്യമായി നമ്മളോട് പറഞ്ഞിരുന്നു, ഇത്ര കുട്ടികൾക്ക് ഇത്ര മാർക്ക് വീതം അല്ലേ, അതായത് 18 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കും തന്നിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ കൃത്യമായ മാർക്ക് തന്നില്ല. പകരം എന്ത് ചെയ്തു, പകരം നമുക്കിങ്ങനെ ഒരു വിഭാഗമായിട്ട് തിരിച്ചു അല്ലേ. അതായത് 0 മുതൽ 10 മാർക്ക് വരെ വാങ്ങിയ കുട്ടികൾ, അത് അവരായിരിക്കും ഏറ്റവും മിടുക്കന്മാർ ക്ലാസ്സിൽ അല്ലേ. അപ്പോൾ ആ കുട്ടികൾ എത്ര പേരുണ്ട്? 4 കുട്ടികളുണ്ട്. പിന്നെ 10 മുതൽ 20 മാർക്ക് വാങ്ങിയ 6 കുട്ടികളുണ്ട്. അങ്ങനെ തിരിച്ചിട്ട് 40 മുതൽ 50 മാർക്ക് വാങ്ങിയ 6 കുട്ടികളുണ്ട് എന്നാണ് തിരിച്ചു തന്നത്. മനസ്സിലായില്ലേ? അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഗ്രേഡ് പോലെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഗ്രേഡ് തിരിച്ച് നമുക്ക് തന്നു. ഇനി ഇതിൻ്റെ മാധ്യം, അതായത് മീൻ നമ്മൾ കാണണം. അപ്പോൾ എങ്ങനെ കാണും? നമുക്ക് വളരെ എളുപ്പമായിരുന്നു അല്ലേ. എന്ത് ചെയ്യുക, ഈ മാർക്കിനെ ഇതുകൊണ്ട് ഗുണിക്കുക, ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക അല്ലേ. എന്നിട്ട് നമ്മുടെ അടുത്തൊരു കോളം വരച്ചിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ എഴുതി. പക്ഷേ ഇവിടെ നമുക്ക് ഈ 4 കുട്ടികൾ മൊത്തം എത്ര മാർക്ക് വാങ്ങിയെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. 0 നും 10 നും ഇടയിലാണ്. അത് 1 മാർക്കാവാം, 2 മാർക്കാവാം, 3 മാർക്കാവാം അല്ലേ. 10ൻ്റെ താഴെ ഏത് മാർക്ക് വേണമെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നാം എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ ചില കാര്യങ്ങളൊന്ന് ഗസ് ചെയ്യാം. എന്താണ് ഗസ് ചെയ്യേണ്ടത്? ഈ കുട്ടികൾ, ഈ 4 പേരും 0 നും 10 നും ഇടയിലുള്ള മാർക്കാണ് വാങ്ങിയത് അല്ലേ. അതായത് 0 നും 10 നും ഇടയിൽ കൃത്യമായ നടുവിലുള്ള സംഖ്യ ഏതാണ്? 5 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുക, ഈ കുട്ടികൾ 5 മാർക്ക് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് ഇതിൻ്റെ ആവറേജ് നമ്മൾ എടുക്കുക, അതായത് ഇതിൻ്റെ ശരാശരി നമ്മൾ എടുക്കുക. അപ്പോൾ എത്രയാണ്? 0 നും 10 നും ഇടയിലുള്ളത് 5 അല്ലേ. കൃത്യ നടുവിൽ വരുന്ന സംഖ്യ 5 ആണ്. അപ്പോൾ 4 കുട്ടികൾ 5 മാർക്ക് വീതം വാങ്ങി എന്ന് നമ്മൾ കരുതാം. അതുപോലെ തന്നെ 10 നും 20 നും ഇടയിൽ മാർക്ക് വാങ്ങിയ 6 കുട്ടികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം, ഈ 6 കുട്ടികൾ എത്ര മാർക്ക് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരിക്കും? 10 നും 20 നും ഇടയിലാണ് അല്ലേ. അതായത് 15 മാർക്ക് വെച്ച് വാങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേ രൂപത്തിൽ ഇതെല്ലാം നമ്മൾ കണക്കൂട്ടാം. മനസ്സിലായോ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈ ടേബിളിനെ ഒന്നുകൂടി അങ്ങോട്ട് വലുതാക്കി കൊടുക്കുക. വലുതാക്കി. ഇനി ഇവിടെ എന്ത് എഴുതണം? ഇവിടെ നമ്മൾ നോക്കിയേ, ഇവിടെ നമുക്ക് കൃത്യമായ അളവ് അല്ലെങ്കിൽ മാർക്ക് കിട്ടാത്തത് കൊണ്ട് നാം എന്ത് ചെയ്തു, ഈ വിഭാഗത്തിലുള്ളവരുടെ ആവറേജ് ആണ് നമ്മൾ എടുത്തത് അല്ലേ. അതായത് അവരുടെ മാധ്യമാണ് നാം കണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെന്ത് പറയും? വിഭാഗമാധ്യം എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് മാർക്ക് എന്ന് പറയും. ക്ലാസ് മാർക്ക്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ഇവിടെ നമ്മൾ ക്ലാസ് മാർക്കാണ് എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ വിഭാഗ മാധ്യം. ക്ലാസ് മാർക്ക്. ഈ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനും ഇടയിലുള്ള കൃത്യം നടുവിൽ വരുന്ന സംഖ്യ അല്ലേ. അപ്പോൾ 0 നും 10 നും ഇടയിൽ വരുന്ന ഏതാണ്? 5. ഈ 4 കുട്ടികളും 5 മാർക്ക് വീതം വാങ്ങിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി 10 നും 20 നും ഇടയിൽ 6 കുട്ടികൾ, അതായത് ഈ 6 കുട്ടികൾ എത്ര മാർക്ക് വീതം വാങ്ങിയിട്ടുണ്ട്? 15 മാർക്ക് വീതം വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ 20 30, അപ്പോൾ 25. ഇവിടെ 30 40 35. ഇവിടെ ആണെങ്കിൽ 45. ഇപ്പം ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് കിട്ടാൻ നമുക്ക് എന്ത് വേണം? ഇപ്പം നമുക്ക് വളരെ ഈസി ആയി കിട്ടും. ചിലപ്പോൾ നമുക്ക് സംശയം വരാണെങ്കിൽ നോക്കിയാൽ ഇപ്പം ഇതിൻ്റെ എങ്ങനെ കാണാം? ഇപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇപ്പം 20 + 30 അല്ലേ, രണ്ടും കൂടി കൂട്ടുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 30 നും 20 50, 50/2 = 25. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ വിഭാഗമാദ്യം കിട്ടും. ഇനി നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മൾ ഇന്നലെ ചെയ്ത് അതേപോലെ തന്നെ വേറെ എന്താണ് നോക്കിയാൽ, ഇപ്പോൾ നമുക്ക് പറയാം 4 കുട്ടികൾ 5 മാർക്ക് വീതം വാങ്ങി, 6 കുട്ടികൾ 15 മാർക്ക് വീതം വാങ്ങി, 16 കുട്ടികൾ 25 മാർക്ക് വീതം വാങ്ങി അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ
ക്ലാസ്സിൽ ചെയ്ത അതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു കള്ളി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, ഇനി നമുക്ക് ആദ്യം എഴുതുന്ന പോലെ ടോട്ടൽ മാർക്സ്, മൊത്തം മാർക്ക്, ഈ കുട്ടികളൊക്കെ വാങ്ങിയ മൊത്തം മാർക്സ് എത്ര നോക്കിയാൽ ഇവിടെ 4 × 5 അല്ലേ, 4 കുട്ടികൾ 5 മാർക്ക് വീതം വാങ്ങി, മൊത്തം അവർ 20 മാർക്ക് വാങ്ങി. ഇനി ഇവിടെ നോക്കിയാൽ 6 കുട്ടികൾ 15 മാർക്ക് വീതം വാങ്ങി അല്ലേ, അപ്പോൾ 6 × 15 90 മാർക്ക് കിട്ടി അവർക്ക്. അപ്പോൾ 16 കുട്ടികൾ 25 മാർക്ക് വീതം വാങ്ങി, അപ്പോൾ 400 മാർക്ക് കിട്ടി. ഇനി 8 കുട്ടികൾ 35 മാർക്ക് വീതം വാങ്ങി അല്ലേ, അപ്പോൾ എത്ര കിട്ടും, 28 280 മാർക്ക് കിട്ടി. ഇനിയും 6 കുട്ടികൾ 45 മാർക്ക് വീതം വാങ്ങി, അപ്പോൾ 6 × 4 അപ്പോൾ 270. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നലെ ചെയ്ത അതേ വേറെ ഒരു വ്യത്യാസമില്ല, ഒരു കള്ളി ഇടയിൽ കൂടി വന്നു എന്നല്ലാതെ വേറൊരു വ്യത്യാസമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്, 40 കുട്ടികൾ അല്ലേ, 40 കുട്ടികൾ. 40 കുട്ടികൾ കൂടി എത്ര മാർക്ക് വാങ്ങി, ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ 1060 അല്ലേ. അപ്പോൾ 1060 മാർക്ക് എല്ലാ കുട്ടികളും കൂടി വാങ്ങി, 40 കുട്ടികളും കൂടി 1060 മാർക്ക് വാങ്ങി. അപ്പോൾ നമുക്കിനി മീൻ കണ്ടൂടെ, മീൻ എത്ര വരും, 1060/40. അത് ടോട്ടൽ മാർക്ക് ബൈ നമ്പർ അല്ലേ. അപ്പോൾ 0 ക്യാൻസൽ ചെയ്തപ്പോൾ ബാക്കി എന്ത് വരും, 106/4. 106/4 എന്ന് വെച്ചാൽ 10 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, ബാക്കി 26, 6 4 24 അല്ലേ, അപ്പോൾ 6, ബാക്കി 20 ഉണ്ട്, അപ്പോൾ 0.5. അപ്പോൾ ഈ കുട്ടികളുടെ ആവറേജ് മാർക്ക് എത്രയാണ്, അല്ലെങ്കിൽ മീൻ മാർക്ക് എത്രയാണ്, 26.5 മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 241 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അല്ലേ. ഇവിടെ നോക്കിയാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതിൻ്റെ ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്ത് വേണം, ഇതിൻ്റെ മാധ്യം അല്ലേ, അതായത് ഇതിൻ്റെ മീൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ അതേ രൂപത്തിൽ തന്നെ അല്ലേ. ഇവിടെ നോക്കിയാൽ നമുക്ക് കൃത്യമായ ഹൈറ്റ് തന്നിട്ടില്ല, പകരം എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്, 148 സെൻറ്റിമീറ്റർ മുതൽ 152 സെൻറ്റിമീറ്റർ വരെയുള്ള 8 കുട്ടികൾ അല്ലേ. അപ്പോൾ കൃത്യമായ അവരുടെ ഹൈറ്റ് നമുക്ക് തന്നിട്ടില്ല. ഇനി നോക്കിയാൽ 152 സെൻറ്റിമീറ്റർ മുതൽ 156 സെൻറ്റിമീറ്റർ വരെയുള്ള 10 കുട്ടികൾ അല്ലേ. അപ്പോൾ ഇവിടെ വിഭാഗമായി തിരിച്ചിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, വിഭാഗമാദ്യം അഥവാ ക്ലാസ് മാർക്ക് എത്രയാണെന്ന് കാണണം അല്ലേ. അപ്പോൾ വേറെ ഒരു പണിയില്ല, നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ വിഭാഗം ആദ്യം എഴുതി അടുത്ത ഒരു കോളം കൂടിയും വരയ്ക്കാം അല്ലേ. നമ്മൾ മുമ്പ് ചെയ്ത ചോദ്യത്തിന് വ്യത്യസ്തമായിട്ട് ഈ ഒറ്റ കാര്യം മാത്രമേ കൂടുതലായിട്ട് ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇനി ഈ കോളത്തിൽ നമ്മൾ എന്തെഴുതണം, ഇതിൻ്റെ മധ്യത്തിലുള്ള സംഖ്യ അല്ലേ. അപ്പോൾ 148 മുതൽ 152 വരെ ഉയരമുള്ള 8 കുട്ടികൾ. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ വരുന്ന സംഖ്യയാണ്, ഇതിൻ്റെ മീൻ എന്താണ്, 148 152 ഇടയിലുള്ള സംഖ്യ ഏതാണ്, കൃത്യമായി ഇടയിൽ വരുന്ന സംഖ്യ 150 അല്ലേ. അപ്പോൾ നാം എന്ത് വിചാരിച്ചു, ഈ 8 കുട്ടികൾക്കും അവരുടെ ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ വീതമാണ് അല്ലേ. ഇനി 152 156 ഏതാണ് മധ്യത്തിലുള്ള സംഖ്യ, 154. ഇനി 156 160 എത്രയാണ്, 158. ഇനി 160 164 162. ഇനി 164 168 166. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ, വേറെ ഒന്നും ചെയ്തില്ല, ഇതിൻ്റെ മധ്യത്തിലുള്ള സംഖ്യ എടുത്ത് എഴുതി അല്ലേ. അത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി കൂട്ടുക, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല അതല്ലേ, 152 + 156/2 ഇത് രണ്ടും കൂടി കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 154 കിട്ടും അല്ലേ. അതിൻ്റെ ആവശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സംഖ്യ അതാണ്, കൃത്യമായ നടുവിലുള്ള സംഖ്യ 154 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഒരു പണിയില്ല, നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് എഴുതാം. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, നമ്മൾ മുമ്പ് വരച്ച പോലെ തന്നെ ഇവിടെ ഹൈറ്റ്, നമ്പർ ഓഫ് ചിൽഡ്രൻ, ക്ലാസ് മാർക്ക് എഴുതി അല്ലേ. ഇതെന്താണ്, ടോട്ടൽ ഹൈറ്റ്. ടോട്ടൽ ഹൈറ്റ് എങ്ങനെ കിട്ടും, ഇപ്പോൾ നമ്മൾ പഴയ പോലെ നമ്മുടെ ടേബിളായി അല്ലേ. അതൊക്കെ 8 കുട്ടികൾക്ക് 150 സെൻറ്റിമീറ്റർ വീതം, 10 കുട്ടികൾക്ക് 154 സെൻറ്റിമീറ്റർ വീതം അല്ലേ. അതായത് 8 × 150. ഇനി ഇവിടെയോ 10 കുട്ടികൾക്ക് അവരുടെ ഹൈറ്റ് 154. ഇനി ഇവിടെ 15 കുട്ടികളുടെ ഹൈറ്റ് 158. ഇനി 10 കുട്ടികളുടെ ഹൈറ്റ് 162 വീതം. ഇനി 7 കുട്ടികളുടെ ഹൈറ്റ് 166. അപ്പോൾ നമ്മൾ ആകെ ഒറ്റ കാര്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഇടയിൽ ഒരു ക്ലാസ് മാർക്ക്, അതായത് വിഭാഗം ആദ്യം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ട് അതിൽ ഇതിൻ്റെ നടുവിലുള്ള സംഖ്യ എടുത്ത് എഴുതുക.
അതായത് ഇതിൻ്റെ ശരാശരി നമ്മളിവിടെ എഴുതുന്നു. പിന്നെ നമുക്ക് ഈസിയായി ഇവ തമ്മിൽ ഗുണിച്ച് നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ. മനസ്സിലായില്ലേ? ഇനി അല്ലാതൊന്ന് ഗുണിച്ച് എല്ലാവരും ഒന്ന് ഗുണിച്ച് നോക്കിയാൽ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ. അപ്പോൾ ഇവിടെ നമുക്ക് 8 × 150 എത്ര കിട്ടി? 1200 കിട്ടി. ഇവിടെ 10 × 154 1540. ഇവിടെ 15 × 158 എത്ര കിട്ടി? 2370. ഇവിടെയോ 10 × 160 1620. ഇനി ഇവിടെ 1162. ഇനി നോക്കിയാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ എന്ത് ചെയ്യാം? അടിയിലൊറ്റം വരച്ചു. ഇവിടെ ടോട്ടൽ ഇവിടെ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയാൽ കൂട്ടി നോക്കിയാൽ 50 കുട്ടികൾ അല്ലേ? അപ്പോൾ 50 കുട്ടികൾ. ഇനി 50 കുട്ടികൾക്ക് അവരുടെ മൊത്തം ഹൈറ്റ് എത്രയാണോ ഇത് മൊത്തം ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ 7892 കിട്ടി കൂട്ടുമ്പോൾ അല്ലേ? ഇനി നമുക്ക് എളുപ്പം അറിയാലോ മീൻ ഹൈറ്റ്. സീക്രട്ട് എന്ത് വരും? 7892 ബൈ എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികൾ. ഇതൊന്ന് ഹരിച്ച് നോക്കിയാൽ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ. അപ്പോൾ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 157.8 അല്ലേ? 8 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ഈ ക്ലാസ്സിലെ കുട്ടികളുടെ മീൻ ഹൈറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അല്ലേ? ഇവിടെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഒരു യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ എണ്ണം അവരുടെ പ്രായത്തിനനുസരിച്ച് എണ്ണം എഴുതിയിട്ട് ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ അധ്യാപകരുടെ പ്രായത്തിൻ്റെ മീൻ കണ്ടുപിടിക്കണം അല്ലേ? മീൻ ഏജ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് കൃത്യമായ ഏജ് തന്നിട്ടില്ല. പകരം 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള 6 അധ്യാപകരുണ്ട് അല്ലേ? 30 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള 14 അധ്യാപകരുണ്ട്. അങ്ങനെ നമുക്കൊരു പട്ടികയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത കോളം എന്ത് വരയ്ക്കണം? ക്ലാസ് മാർക്ക് അല്ലേ? അടുത്ത കോളം ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? വേറെ ഒന്നുമല്ല, നമുക്കിതിൻ്റെ ഈ വിഭാഗത്തിൻ്റെ ഏറ്റവും നടുവിലുള്ള സംഖ്യ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അതായത് ഇതിൻ്റെ ശരാശരി അല്ലേ? അപ്പോൾ ഇവിടെ 25 30 ഏതാണ് ശരാശരി വരാം? അപ്പോൾ ഒന്നുകിൽ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് അറിയാത്തൊരു 25 + 30/2 അല്ലേ? അതായത് 25 + 30 എന്ന് പറഞ്ഞാൽ 55/2. അപ്പോൾ എത്ര കിട്ടും? 27.5 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. 25 30 അതിൻ്റെ മിഡിലെ നമ്പർ ഏതാണ്? 27.5 അല്ലേ? അപ്പോൾ ക്ലാസ് മാർക്ക് ഇവിടെ 27.5. അതായത് 6 അധ്യാപകരുടെ ഏജ് എത്രയാണ്? 27.5 വെച്ചാണ് അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ 30 30.5 അല്ലേ? അപ്പോൾ അതിൻ്റെ മിഡിൽ നമ്പർ എത്രയാണ്? 32.5 32.5. ഇവിടെ 35 40 എത്രയാണ്? 37.5 അല്ലേ? 40 45 42.5 45 50 47.5 50 55 52.5 അല്ലേ? ഒരേ ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുക. ഇനി 55 60 എത്ര വരും? 57.5. അപ്പോൾ ഇനി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പറ്റും അല്ലേ? അതായത് നോക്കിയാൽ 6 അധ്യാപകരോട് അവരുടെ ഏജ് എത്രയാണ്? 27.5. 14 അധ്യാപകരുടെ ഏജ് എത്രയാണ്? 32.5 അല്ലേ? അപ്പോൾ ഇനി നമുക്ക് പഴയ രൂപത്തിൽ തന്നെയായി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ടോട്ടൽ ഏജ്, ഇനി വ്യത്യാസങ്ങളൊന്നുമില്ല. ടോട്ടൽ ഏജ് നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ 6 × 6 അധ്യാപകർക്ക് 27.5 വീതം. ഇനി 14 അധ്യാപകർക്ക് 14 × 32.5. ഇനി 18 അധ്യാപകരുടെ ഏജ് എത്രയാണ്? 37.5. ഇനി 20 പേരുടെ വയസ്സ് 42.5. ഇനി 5 പേരുടെ വയസ്സ് 47.5. ഇനി 4 പേരുടെ വയസ്സ് 52.5. ഇനി 3 പേരുടെ വയസ്സ് 57.5 അല്ലേ? ഇനി ഇത് ഗുണിച്ചിടാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഗുണിക്കാനും കൂട്ടാനും അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു 4-5 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചില സ്കൂളിലൊക്കെ അവരുടെ പോർഷനൊക്കെ എടുത്ത് തീർത്ത് ഇപ്പോൾ അവർ റിവിഷൻ ആരംഭിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ ഈ 1ാമത്തെ ചാപ്റ്റർ, അതായത് പെയർ ഓഫ് ഇക്വേഷൻ മുതൽ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക, നല്ലവണ്ണം പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ ഗുണിച്ചിട്ട് എത്ര കിട്ടിയെന്ന് നോക്കിയാൽ എല്ലാവരും ഒന്ന് ഗുണിച്ച് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരങ്ങൾ ഞാൻ എഴുതാം. 1165 അല്ലേ, പിന്നെ 455 കിട്ടി, പിന്നെ ഇവർ തമ്മിൽ ഗുണിച്ചപ്പോൾ എത്ര കിട്ടി? 675, പിന്നെ 20 × 42.5 850, 5 × 47.5 237.5, ഇനി 4 × 52.5 210, പിന്നെ 3 × 57.5 172.5 അല്ലേ, ഇതാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ അധ്യാപകരുടെ ടോട്ടൽ ഏജ് കിട്ടി അല്ലേ. ഇനി എന്ത് വേണം? നമ്മൾ പതിവ് പോലെ ഇവിടെ ചെയ്യാറുള്ള പോലെ അടിയിൽ വരച്ചു, പിന്നെ ഇവിടെ ടോട്ടൽ അധ്യാപകരുടെ എണ്ണം കൂട്ടി നോക്കി എത്ര കിട്ടും? 70 അല്ലേ, 70 അധ്യാപകരുണ്ട്. ഇനി ഈ അവരുടെ ടോട്ടൽ ഏജ് ഇതെല്ലാം കൂടി ഒന്ന് തെറ്റാതെ കൂട്ടി നോക്കാം. എത്ര കിട്ടി? 2765 അല്ലേ, 2765 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് എളുപ്പത്തിൽ തന്നെ മീൻ കാണാൻ പറ്റും അല്ലേ. മീൻ ഏജ്, ഈ അധ്യാപകരുടെ മീൻ ഏജ് എത്ര വരും? ടോട്ടൽ എത്രയാണ്? 2765 ബൈ എത്ര അധ്യാപകരുണ്ട്? 70 പേര് അല്ലേ. അപ്പോൾ 70. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഈ 0 മാറ്റി നിർത്തിയിട്ട് 2765 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു സ്ഥാനം കൂടെ നീക്കി കുത്തിട്ടാൽ മതി. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 395 കിട്ടുക അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു 0 ഉണ്ട്. അപ്പോൾ എന്ത് വേണം? 0 ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഒരു പോയിന്റ് നീക്കിയിട്ടു. അപ്പോൾ ഈ അധ്യാപകരുടെ മീൻ ഏജ് അല്ലേ, വയസ്സിൻ്റെ മാധ്യം എത്രയാണ്? 39.5. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അല്ലേ. ഇവിടെ നോക്കിയാൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഭാരം അല്ലെ, കുട്ടികളുടെ ഭാരവും എണ്ണവുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ തരാറുള്ളത് എന്തിനു പകരം അവരിങ്ങനെ എഴുതി അല്ലേ, വേറൊരു മാറ്റവും ഇല്ല. വെയിറ്റ് നോക്കിയാൽ 21 കിലോ മുതൽ 23 കിലോ വരെയുള്ള 4 കുട്ടികൾ, 23 മുതൽ 25 കിലോ ഭാരമുള്ള 7 കുട്ടികൾ അല്ലേ. അപ്പോൾ ഇവർ ഇതൊന്നും നോക്കിയാൽ നേരെ എഴുതി അല്ലേ, ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ടേബിളിൽ നിന്ന് നമ്മൾ എഴുതാറുള്ള പോലെ തന്നെ വെയിറ്റും നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ അടിയിലേക്ക് നമ്മൾ ചെയ്യാറുള്ള പോലെ ഓർഡറിൽ ഇങ്ങനെ എഴുതി. ക്ലിയർ ആയില്ലേ. ഇനി നാം എന്ത് വേണം? നാം ഇതിൻ്റെ ക്ലാസ് മാർക്ക് 21 23 അല്ലേ. അപ്പോൾ ഇവിടെ ക്ലാസ് മാർക്ക് നോക്കിയാൽ 21 23 അല്ലേ. അപ്പോൾ അതിൻ്റെ ശരാശരി ഏതാണ്? അതിൻ്റെ നടുവിലുള്ള സംഖ്യ 22. 23 25 ആകുമ്പോൾ 24, അടുത്തത് 26, അടുത്തത് 28, 30, 32. ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിലുള്ള സംഖ്യ നമ്മൾ എഴുതി. ഇനി നമുക്ക് പണിയില്ലേ, നമ്മൾ മുമ്പ് ചെയ്യുന്ന അതേപോലെ തന്നെ ഇനി എന്ത് ചെയ്യാം? വെയിറ്റ് അല്ലേ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എങ്ങനെ വരും? എത്ര കുട്ടികൾ? 4 കുട്ടികൾക്ക് 22 കിലോ വീതം ഉണ്ട് അല്ലേ. അപ്പോൾ 4 × 22. അടുത്തത് 7 കുട്ടികൾക്ക് 24, അപ്പോൾ 7 × 24. അടുത്ത 8 കുട്ടികൾക്ക് 26 കിലോ വീതം. അടുത്തത് 6 കുട്ടികൾക്ക് 28 കിലോ വീതം. ഇനി 3 കുട്ടികൾക്ക് 30 കിലോ വീതം. ഒരു കുട്ടിക്ക് 32 കിലോ അല്ലേ. ഇതാണ്. ഇനി ഈ കുട്ടികളുടെ ടോട്ടൽ വെയിറ്റ് കിട്ടാൻ നമ്മൾ എന്ത് വേണം? ഇതൊന്ന് ഗുണിച്ചിട്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ഗുണിച്ചിട്ട് നോക്കിയേ. = 88. ഇതെത്ര കിട്ടും? 7 × 24 168. ഇനി 8 × 26 208 കിട്ടും. ഇനി 6 × 28 168. ഇനി 30 × 3 90. 1 × 32 32. ഇങ്ങനെയാണ് കിട്ടുക. ഇനി നമ്മൾ എന്ത് വേണം? ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നാം ചെയ്യാറുള്ള പോലെ തന്നെ അടുത്തത് വരച്ചു. ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് കൂട്ടി നോക്കിയാൽ 29 കുട്ടികൾ അല്ലേ. 29 കുട്ടികൾക്ക് അവരുടെ മൊത്തം ഭാരം എത്രയാണ്? ഒന്ന് കൂട്ടി നോക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ 754 അല്ലേ. അപ്പോൾ 29 കുട്ടികളുടെ ആകെ തൂക്കം എത്രയാണ്? 754 കിലോഗ്രാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എളുപ്പം മീൻ വെയിറ്റ് കണ്ടുകൂടെ? മീൻ വെയിറ്റ് = മൊത്തം 754 ബൈ എത്ര കുട്ടികളുണ്ട്? 29
കുട്ടികൾ. ഒന്ന് ഹരിച്ചു നോക്കി എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കിയേ. 26 അല്ലേ. അപ്പോൾ 26 കിലോഗ്രാമാണ് ഈ കുട്ടികളുടെ മീൻ വെയിറ്റ്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ മാത്രമല്ല നമ്മുടെ ഈ വർഷത്തെ എല്ലാ പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻ മുതൽ ഈ ചാപ്റ്റർ വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മളുടെ ചാനലിൽ ലഭ്യമാണ്. അതുകൊണ്ട് ആവശ്യമുള്ളവരത് പ്രയോജനപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻസിൽ നിങ്ങൾ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. പിന്നെ എല്ലാവരും നല്ലവണ്ണം പരീക്ഷയ്ക്ക് പഠിക്കുക. നല്ല ഉയർന്ന ഗ്രേഡോട് കൂടിയുള്ള ഉന്നതമായ വിജയം എല്ലാവർക്കും ആത്മാർത്ഥമായി ആശംസിക്കുന്നു.